അനിതേ, ഒടുവിൽ എന്റെ ആഗ്രഹം സാധിച്ചു അല്ലേ? അത് നിങ്ങൾക്ക് വിട്ടുതരുന്നു. ഒരു വ്യവസ്ഥയിന്മേ. വ്യവസ്ഥയോ? ശരീരത്തിന്റെ ഒരു നേരിയ ചലനം മതി ഈ ചിലങ്കി ഉണരാൻ. ഇന്നു മുതൽ ഇതെന്റെ കാലിലുണ്ടായിരിക്കും. എനിക്ക് മനസ്സിലാകുന്നില്ല. ഒരു താളം, രതിഭാവത്തിന്റെ ഒരൊറ്റ താളം എനിക്ക് കേൾക്കാൻ കഴിഞ്ഞാൽ ഞാൻ നൃത്തം വയ്ക്കും. നിങ്ങൾക്ക് വേണ്ടി മരിക്കുന്നത് വരെ. ഈ കേട്ടത് ചിലങ്കയുടെ താളമല്ല, തേങ്ങലാണ്. സാർ, സാർ, എന്താണ് ആലോചിക്കുന്നത്? ഒന്നുമില്ല. ഞാൻ ഏതാണ്ടൊക്കെ ഒന്ന് ക്രമപ്പെടുത്തി. അപ്പോ ഒരാഴ്ചക്കകത്ത് സബ്മിറ്റ് ചെയ്യാമല്ലോ? കഴിഞ്ഞു ശ്രമിക്കാം. സാർ ഒരു കാര്യം ചെയ്യണം. ഒരു 3 മാസം മുമ്പുള്ള ഡേറ്റ് ഇട്ട് കുറെ വൗച്ചറുകൾ ശരിപ്പെടുത്തി തരണം. ഞാനിപ്പോ ഓഫീസിലേക്ക് പോവുകയാണ്. വരുമ്പോ ശരിപ്പെടുത്തി കൊണ്ടുവരാം. ആട്ടെ, കുറച്ച് ബ്ലാങ്ക് വൗച്ചേഴ്സിന് തന്നേക്കും. ദാ ഇവിടെ ഉണ്ടല്ലോ. ഇതാ സർ വൗച്ചേഴ്സ്. എല്ലാം ഒപ്പിട്ട് കിട്ടിയോ? യെസ് സാർ. ശരി. ഞാൻ ഇന്ന് കുറച്ച് നേരത്തെ പോകും. സാർ ഓരോന്നും പറഞ്ഞേക്ക്. ശരി. പിന്നെ 2-3 ദിവസമായി ചിലങ്ക് കിട്ടിയാൽ നടക്കും തോന്നുന്നു. ഇടയ്ക്കിടയ്ക്ക് ഡാൻസ് പ്രാക്ടീസ് ചെയ്യാറുണ്ട്. ഓ, അതാണല്ലേ. ദാറ്റ്സ് ഗുഡ്. അനിതേ, എന്താ മിസ്റ്റർ ദാസ്, ഷോക്ക് അടിച്ചെന്നു? ഡോക്ടർ ഭാസ്കർ ഹിയർ. എന്താ മിസ്റ്റർ ദാസ്, ഷോക്ക് അടിച്ചോ? നിങ്ങൾക്ക് കൃത്രിമ ശ്വാസോച്ഛ്വാസം കൊടുക്കാൻ അറിയാമെങ്കിൽ അതാണിപ്പോൾ ഏറ്റവും നല്ലത്. അപ്പോഴേക്ക് ഞാൻ എത്തിക്കൊള്ളാം.
ഷോക്ക് അടിച്ചു. ഡോക്ടർ പറഞ്ഞു ആർട്ടിഫിഷ്യൽ ബ്രീതിങ് നൽകാൻ. അല്ലെങ്കിൽ ഞാൻ മരിച്ചു പോകുമായിരുന്നു. വളരെ അപകടകരമായ നിലയിലായിരുന്നു. എനിക്ക് മരിച്ചാൽ മതിയായിരുന്നു. നിങ്ങൾ എന്തിനെന്നെ രക്ഷിച്ചു? അങ്ങനെയൊന്നും പറയാതെ, പ്ലീസ് റിലാക്സ്. എന്നെ ആ സോഫയിൽ നിന്ന് കൊണ്ടിരുത്താമോ പ്ലീസ്? വരൂ, വേഗം വരൂ. എന്താ ആലോചിച്ചോണ്ട് നിൽക്കുന്നത്? അനിതേ, എന്ത് പറ്റി അനിതേ? നത്തിങ് ടു വറി സർ. അനിത സുഖമായിരിക്കുന്നു. താങ്ക് യു ഡോക്ടർ, താങ്ക് യു. എനിക്കല്ല താങ്ക്സ് പറയേണ്ടത്, മിസ്റ്റർ ദാസനാണ്. ദാസിന്റെ മിടുക്കൊണ്ടാണ് അനിത ഇപ്പോൾ ജീവിച്ചിരിക്കുന്നത്. ദാസ്, താങ്ക് യു ദാസ്, താങ്ക് യു. അല്ല മിസ്റ്റർ ദാസ്, നിങ്ങൾക്ക് വൈദ്യവും അറിയാമോ? അത്യാവശ്യത്തിന്. എന്നെ രക്ഷിക്കാനാണോ ഇത്രയും പേര്? പിന്നെ നിനക്ക് സുഖമില്ലെന്ന് അറിഞ്ഞാൽ എനിക്ക് അടങ്ങിയിരിക്കാൻ കഴിയുമോ? എങ്കിലും ഈ ഡോക്ടർമാരെല്ലാം വെറുതെ ബുദ്ധിമുട്ടിച്ചു. ദാറ്റ് ഈസ് അവർ ഡ്യൂട്ടി. എന്താ കൈമൾ സാറേ? കറക്റ്റ്, കറക്റ്റ്. ഇനി ഒരല്പം റെസ്റ്റ് എടുക്കട്ടെ. ഒരു ഉറക്കം കഴിഞ്ഞാൽ എല്ലാം ശരിയാവും. ഓൾ റൈറ്റ്. വരൂ അനിതേ, നമുക്ക് അകത്ത് പോയി അല്പം റെസ്റ്റ് എടുക്കാം. പതുക്കെ, സ്ലോ, പതുക്കെ 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 പതുക്കെ. Come on, Kevin, come on. താമസിച്ചത് മണി 4 കഴിഞ്ഞല്ലോ. ഇംഗ്ലീഷ് ഓഫീസിൽ പോകേണ്ടിയിരുന്നു. ഇപ്പോഴാണ് ഇറങ്ങിയത്. ഒരു ഫോണെങ്കിലും ചെയ്യാമായിരുന്നില്ലേ? എത്ര നേരമായി കാത്തിരിക്കുന്നു. എന്തിന്? ഇവിടെ ഇനി എത്ര നാളത്തെ വർക്കുണ്ട്? കൂടി വന്ന 4 ദിവസം. അത് കഴിഞ്ഞാൽ വരില്ലല്ലേ? ജോലിയില്ലാതെ വന്നിട്ടെന്തിന്? ഞാൻ ഓഫീസ് റൂമിലേക്ക് പോട്ടെ. ഇന്നലെ വരെ കണ്ട അനിതയല്ല ഇന്ന്. അതുകൊണ്ട് ഇന്നലെ വരെ ഇവിടെ നിങ്ങൾ കണ്ടത് അനിതയുടെ ശവമായിരുന്നു. അനിത എന്താണ് അർത്ഥമാക്കുന്നത്? ഇത്രയും നാൾ വിധിയെ പഠിച്ച ഞാൻ ദിവസങ്ങൾ തള്ളി നീക്കി. എല്ലാം അടക്കി ഒരു സമാധിയിലേക്ക് നീങ്ങുകയായിരുന്നു ഞാൻ. ദാസ്, എന്നെ ഉണർത്തിയ നിങ്ങളല്ലേ? ഞാനോ? അതെ, നിങ്ങൾ. എന്റെ നിയന്ത്രണങ്ങൾ തെറ്റിച്ചത് നിങ്ങൾ സ്പർശനമാണ്. അനിതേ, സുബോധത്തോടെയാണ് സംസാരിക്കുന്നത്. നിങ്ങളുടെ ജീവൻ അപകടമുണ്ടായിരുന്നു കരുതി ഞാനൊരു സഹായം ചെയ്തു. അതിന് ജീവൻ നൽകിയ ആൾ തന്നെ ജീവിതവും നൽകണം. അല്ലെങ്കിൽ മറ്റൊരാൾ ആ സ്ഥാനത്തുണ്ടായെന്ന് വരും. അത്രയ്ക്ക് നിങ്ങൾ അധപ്പതിക്ക് വന്നു? അതെ, നിങ്ങളാണ് കാരണക്കാരൻ. അതൊഴിവാക്കേണ്ടതും നിങ്ങളാണ്. സാധ്യമല്ല. നിങ്ങളുമായി ബന്ധപ്പെടുകയെന്ന് പറഞ്ഞാൽ എന്റെ ഭാര്യയെ വഞ്ചിക്കുകയെന്നാണ് അർത്ഥം. നിങ്ങൾ ആരെയും വഞ്ചിക്കണ്ട. മറ്റൊരു സ്ത്രീയെ രക്ഷിച്ചാൽ മാത്രം മതി.
അദ്ദേഹം സിനിമ കണ്ടിട്ടേ വരൂ. ഞാൻ ഫോൺ ചെയ്തിട്ടുണ്ട്. നോ, ഞാൻ പോകുന്നു. ഇല്ല, അനിതേ, നിങ്ങൾ പോകില്ല. നിങ്ങൾക്ക് പോകാൻ സാധ്യമല്ല.